നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇക്കാലം അത്രയും സർക്കാരുകളുടെ ഔദാര്യമായിരുന്നത് അവകാശമാക്കി മാറ്റിയത് കോൺഗ്രസും UPIയുമാണെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ്. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 നാടെങ്ങും ശിശുദിനമായി ആഘോഷിച്ചു. പുറപ്പുഴ പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇക്കാലം അത്രയും സർക്കാരുകളുടെ ഔദാര്യമായി മാറിയിരുന്നത് അവകാശമാക്കി മാറ്റിയത് കോൺഗ്രസും UPIയുമാണെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ്. ഭക്ഷ്യസുരക്ഷാ നിയമവും വിവരാവകാശ നിയമവും ലോകത്തിന് തന്നെ മാതൃകയായ പരിഷ്കാരങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ 121 കോടി ജനങ്ങൾക്കും ഭക്ഷണം നൽകുമ്പോൾ 82 കോടി ജനങ്ങൾക്ക് സബ്സിഡി കൂടി നൽകുന്ന പരിഷ്കാരമാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 40 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും അവശ്യ വസ്തുക്കളും ഇറക്കുമതി ചെയ്ത രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ 121 കോടി ജനങ്ങൾക്ക് ആഹാരം നൽകി ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പ്രൊഫസർ KV തോമസ് പറഞ്ഞു. ഇടുക്കി DCC തൊടുപുഴയിൽ സംഘടിപ്പിച്ച ഭക്ഷ്യസുരക്ഷാ നിയമം സംബന്ധിച്ച ചർച്ചയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അരി അന്ന് ബർമയിൽ നിന്ന് കപ്പലിൽ വരണം. ഗോതമ്പ് PL 450 അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് കപ്പലിൽ വരണം. ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിൽ നിന്നും തുണിത്തരങ്ങൾ വരണം. അതുകൊണ്ട് അന്ന് പറഞ്ഞിരുന്നത് ഷിപ്പ് ടു മൗത്ത്, കപ്പലിൽ നിന്നും വായിലേക്ക്. ഇന്ന് 66 വർഷം കഴിയുമ്പോൾ, ഇന്ത്യയുടെ ജനസംഖ്യ 121 കോടി കഴിയുമ്പോൾ, ഈ 121 കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നാം ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ബില്ലിലെ ഒരു പ്രധാനപ്പെട്ട ഖണ്ഡിക 121 കോടി ജനങ്ങൾക്കും ഭക്ഷണധാന്യങ്ങൾ കൊടുക്കും. ഒരാൾക്ക് നിഷേധിക്കപ്പെടില്ല. അതിൽ 82 കോടി ജനങ്ങൾക്ക് സബ്സിഡൈസ് ചെയ്ത് ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ ജന്മാവകാശം. ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഔദാര്യം കൊണ്ടാണ് ജനങ്ങൾക്ക് ചില അവകാശങ്ങൾ, ചില സംരക്ഷണങ്ങൾ ലഭിച്ചത്. ഇക്കാലം അത്രയും വെൽഫെയർ മെഷേഴ്സ്, ഗവൺമെന്റുകളുടെ ഔദാര്യം അത് മാറി അവകാശമായി മാറിയിരിക്കും. തൊടുപുഴ അർബൻ ബാങ്കിൽ നടന്ന പരിപാടിയിൽ DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, UDF ജില്ലാ കൺവീനർ S. അശോകൻ, CP മാത്യു, ഇബ്രാഹിംകുട്ടി കല്ലാർ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 നാടെങ്ങും ശിശുദിനമായി ആഘോഷിച്ചു. കുരുന്നുകൾ പങ്കെടുത്ത നിരവധി ശിശുദിന പരിപാടികളാണ് നാടെങ്ങും നടന്നത്. കാഞ്ഞിരമറ്റും ഉറുമ്പിപ്പാലം അംഗൻവാടിയിൽ നിറപ്പകിട്ടാർന്ന ശിശുദിന റാലിയാണ് നടന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റാലി CI സജി മാർക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർഡ് കൌൺസിലർ PG രാജശേഖരൻ, അംഗൻവാടി അധ്യാപിക അംബികാദേവി, മാതാപിതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൊടുപുഴ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ പ്ലേ സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. ചാച്ചാജിയുടെയും ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യസമര നായകരുടെയും വേഷങ്ങൾ അണിഞ്ഞാണ് കുരുന്നുകൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഇതോടൊപ്പം മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. ചിറ്റൂർ അങ്കംവെട്ടി അംഗനവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം VB ദിലീപ് കുമാർ, അംഗനവാടി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണക്കാട് അംഗനവാടിയുടെ നേതൃത്വത്തിലും ശിശുദിനാഘോഷം നടന്നു. ശിശുദിന റാലിയായിരുന്നു പ്രധാന പരിപാടി. ചാച്ചാജിയുടെയും ഗാന്ധിജിയുടെയും ഭാരത് മാതാവിന്റെയും വേഷങ്ങൾ അണിഞ്ഞാണ് കുരുന്നുകൾ റാലിയിൽ അണിനിരുന്നത്. ശിശുദിനത്തിൽ ജവഹർ ബാലജനവേദി കുട്ടികളുടെ ഉത്സവം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടെ തൊടുപുഴ ടൗൺ ഹാളിലാണ് കുട്ടികളുടെ ഉത്സവം നടന്നത്. KPCC ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ് സന്ദേശം നൽകി. ഇന്ദു സുധാകരൻ, NI ബെന്നി, ബാബു, പൗലോസ് മാവറ, TJ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ പുതിയൊരു യുഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുവാൻ ഒരുപാട് പ്രയത്നം നടത്തിയിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഓരോ ഇന്ത്യക്കാരുടെയും ജന്മദിനമാണ്. ഇന്ത്യയിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും ജന്മദിനമാണ് അല്ലേ? ചാച്ചാജിയെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റില് മനോഹരമായ ഒരു ചെമ്പനീർ പൂവ് കുത്തിയ ആ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഓരോ കുഞ്ഞിനും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരുപാട് നന്മയുടെ പ്രതീകമാണ്, നിഷ്കളങ്കതയുടെ പ്രതീകമാണ്,
സ്നേഹത്തിന്റെ പ്രതീകമായി പുഞ്ചിരിക്കുന്ന മുഖവുമായാണ് ഈ ഭൂമിയിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്നത്. കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് വളരെ നിഷ്കളങ്കമായി തന്നെ. പക്ഷേ സമൂഹത്തിലെ ഓരോ കാര്യങ്ങൾ അനുഭവങ്ങൾ ആണ് അവനെ പരിവർത്തിച്ച ഒരവസ്ഥയിലേക്ക് അവന്റെ മനസ്സിനെ കൊണ്ടെത്തി. ഇടവേള. സ്വർണ്ണാഭരണങ്ങൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS ഹോൾമാർക്ക് അംഗീകാരം. KP വർക്കി ആൻഡ് സൺസ്, കാക്കനാട് ജുവലേഴ്സ്. KP വർക്കി ആൻഡ് സൺസ്, കാക്കനാട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. വാർത്തകൾ തുടരുന്നു. പുറപ്പുഴ പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും കർമ്മ പദ്ധതികളുമാണ് ജൂബിലി വർഷത്തിൽ നടപ്പാക്കുന്നത്. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ജൂബിലി സ്മാരക ഗാന്ധി പ്രതിമയും അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. അന്തരിച്ച മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. മുൻ പ്രസിഡന്റുമാരെ മന്ത്രി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. നന്ദിയോടുകൂടി സ്മരിക്കാം. ഒട്ടേറെ റോഡുകളും പാലങ്ങളും അതുപോലെ ആതുരാലയങ്ങളും അംഗൻവാടികളും എല്ലാം ഇവിടെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു. പഞ്ചായത്തിന് ഇപ്പോൾ കുടിവെള്ള പദ്ധതിയുണ്ട്. അതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ 14 കോടി രൂപ മുടക്കുള്ള കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അതേറെ താമസിയാതെ പൂർത്തിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ വാട്ടർ സപ്ലൈ സ്കീം ഇവിടെ കൊണ്ടുവരുന്നതിന് റെനീഷ് മാത്യു പ്രത്യേകം താല്പര്യമെടുത്ത കാര്യം ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിന് പോലുമില്ല. ഈ ജൂബിലി വർഷത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇവിടെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിലും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലാ സ്റ്റീഫൻ ഇവിടെയുണ്ട്. അതെല്ലാം സഹകരണത്തോടുകൂടി നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. ജനങ്ങളെല്ലാവരും സഹകരിക്കും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പഴയ പഞ്ചായത്ത് മെമ്പർമാരും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ചത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു, വനാവകാശ സംരക്ഷണ സമിതി നേതാവ് M ഗീതാനന്ദൻ എന്നിവർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിനെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു. പലതരത്തിലുള്ള ആശങ്കകളും ഭീതിയും ചർച്ചകളുമാണ് നാട്ടുകാരുടെ ഇടയിൽ നടക്കുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കർഷകരെ മുഴുവൻ കുടിയിറക്കും, നിലവിലുള്ള കൃഷികളെല്ലാം തന്നെ വെട്ടിനശിപ്പിക്കും, വീടുകൾക്ക് പച്ച പെയിൻ്റ് അടിച്ച് മാർക്ക് ചെയ്യും. എന്തൊക്കെയോ തരത്തിലുള്ള ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. എങ്ങനെയാണ് ഈ ആശങ്ക വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മുടെ ഒരു കാര്യം നമുക്കറിയാം, റിപ്പോർട്ട് പഠിച്ച ഏതൊരാൾക്കും റിപ്പോർട്ടിൽ ഇനിയും പോരായ്മകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഏറ്റവും ഒരു പ്രബലമായി നിൽക്കുന്ന ഒരു അപകട ഭീഷണി എന്ന് പറയുന്നത് വലിയ വലിയ ഡാമുകളുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഭൗമ ഉപരിതലത്തിനു വേണ്ടി താഴെ നടക്കുന്ന അല്ലെങ്കിൽ പ്രതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ഉണ്ടാക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകാത്ത വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെതിരെ ഉന്നയിക്കപ്പെടാൻ കഴിയുന്ന ഒരു വിമർശനം. റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ
പാരിസ്ഥിതി അല്ലെങ്കിൽ ആ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിയും അതുമായി ബന്ധപ്പെട്ടതിൻ്റെ കൺസർവേഷൻ, സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഊന്നൽ. ഇടതും വലതും രാഷ്ട്രീയ പാർട്ടികൾ ആളെ സംഘടിപ്പിച്ച് ദിവസവും കലക്ട്രേറ്റിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ധർണ സജീവമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മാധവൻ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വളരെ മോശമായ രീതിയിൽ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അടുത്ത ഇലക്ഷനിൽ എങ്ങനെയാണ് വോട്ടുണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ റിപ്പോർട്ടിനെ വളരെ സജീവമായിട്ട് എതിർക്കുന്ന ഒരു അവസ്ഥ കാണാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ഇതിൻ്റെ തിരിച്ചടി തരുമെന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് ഇതിനെ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഗവൺമെൻറ് വോട്ട് ചെയ്യില്ല എന്നാണ് പച്ചയ്ക്ക് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളെ തിരിപ്പിച്ച് കൂടെ നിർത്തി ഈ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞ് ഈ പ്രദേശം മൊത്തം ഈ ഖനന മാഫിയയുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും. മാർഗ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു. ദ്രോണാചാര്യ KP തോമസ് മാഷാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. മുൻ പ്രസിഡന്റ് വക്കച്ചൻ ജോസഫ് അവയവദാന സമ്മതപത്ര സമർപ്പണവും നടത്തി. കായിക രംഗത്ത് ഉന്നതിയിലെത്തിച്ച തോമസ് മാഷിനെ നമ്മുടെ നാട് ഇന്നിവിടെ ആദരിക്കപ്പെടുമ്പോൾ നമ്മുടെ നാടിന്റെ യശസ് തന്നെ ഉയർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ക്ലബ്ബ് മറ്റ് വിവിധ ക്ലബ്ബുകളുടെ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ക്ലബിന്റെ സംഘാടനം തന്നെ ഉണ്ടായിട്ടുള്ളത്. കേവലം ഒരു ആർട്സിലും സ്പോർട്സിലും മാത്രമല്ല, രക്തദാനത്തിൽ മാത്രമല്ല, അവയവദാനമടക്കം സമൂഹത്ത് ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും അതിൽ ഒരു കൂട്ടായ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി അതിൽ ഇടപെടാനും യാതന അനുഭവിക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ നല്ല ആശയമുയർത്തിക്കൊണ്ട് നമ്മുടെ പ്രദേശത്തിന്റെ വികസനം എന്ന ലക്ഷ്യമുയർത്തിക്കൊണ്ടുവന്ന് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ യുവ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് അത് നമ്മുടെ ഈ പ്രദേശത്തിനും സമൂഹത്തിനും എല്ലാം മാതൃകയാവുന്ന തരത്തിൽ അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടേണ്ടതുണ്ട്. സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും 10% DA അനുവദിച്ച UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് തൊടുപുഴ NGO അസോസിയേഷൻ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തി. രാജേഷ് ബാബു, VE അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്രത്തിൽ എപ്പോൾ DA അനുവദിക്കുന്നു, അതോടൊപ്പം തന്നെ കേരളത്തിലും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം DA സമയാസമയങ്ങൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം PSC 5% ക്ലാസ് 4 ജീവനക്കാർക്ക് LDC-ആയി പ്രൊമോഷൻ നൽകുന്നതിന് അനുവാദം നൽകി. ഇന്നത്തെ ക്യാബിനറ്റിൽ അതും തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ പാവങ്ങളുടെ പടത്തലവൻ ജീവനക്കാരോടൊപ്പമാണെന്ന് ഉള്ളതിന് ഒരിക്കൽ കൂടി തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സംസ്ഥാനം ഒട്ടെടുക്കും ഒന്നാകെ എല്ലാ ബ്രാഞ്ചുകളിലും NGO അസോസിയേഷൻ ഇതിൽ. മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയിൽ ലോക പ്രമേഹ ദിനം ആചരിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ EV ജോർജ് വിഷയാവതരണം നടത്തി. മുനിസിപ്പൽ കൌൺസിലർമാരായ ജോർജ് താന്നിക്കൽ, ബാബു ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മേഴ്സി കുര്യൻ സ്വാഗതം ആശംസിച്ചു. പ്രമേഹം സംബന്ധിച്ച് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നയിച്ചു. അത് 40 വയസ്സ് കഴിഞ്ഞിട്ട് ടൈപ്പ് 2 ഡയബറ്റിക് ഉണ്ടാകുകയുള്ളൂ. ചെറുപ്പത്തിലുണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന ടൈപ്പ് 1 എന്നാലും നമ്മൾ വിവേചിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ചെറുപ്പക്കാരിൽ ധാരാളമായിട്ട് പ്രമേഹങ്ങൾ കാണാറുണ്ട്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്?
തടയാൻ പറ്റുന്ന ചില അവസ്ഥകൾ തടയാൻ പറ്റുന്ന സമയത്ത് തന്നെ തടയണം. നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടും ആ വിധത്തിലാണ് റാപ്പിഡ് അർബനൈസേഷൻ വികസിത രാജ്യമാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മളത്. അപ്പോൾ അർബനൈസേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ആളുകൾ പഠനത്തിലൂടെ പോകാനും കൃഷിയെ പൊതുവെ തടയാനുള്ള പ്രവണത നമുക്കുണ്ട്. അത് മാനുവൽ ലേബർ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ അത് വളരെയധികം കുറച്ചു. അതെല്ലാം വളരെ വലിയ കാര്യങ്ങളാണ് പ്രമേയം ഉണ്ടാകുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഫാസ്റ്റ് ഫുഡ്, അങ്ങനെ പ്രത്യേകം പറഞ്ഞാണ് ഫാസ്റ്റ് ഫുഡ് കൊടുക്കുന്നത്. ഈ ടി വിയിൽ കാണുന്ന പരസ്യം അനുസരിച്ചുള്ള പൊക്കം കൂട്ടാനായിട്ടും ബുദ്ധി കൂടാനും എന്നൊക്കെ പറഞ്ഞ ടി വിയിൽ എന്തെല്ലാം ആവാസനങ്ങൾ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ പിള്ളേർ കണ്ട് അതെല്ലാം വേണമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ചില ഫിലിം സ്റ്റാർസിനെ കൊണ്ട് ചില ഭക്ഷണങ്ങൾ ലഭിക്കുന്നത്, അതെല്ലാം വളരെയധികം അപകടങ്ങളുണ്ടാകുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇക്കാലം അത്രയും സർക്കാരുകളുടെ ഔദാര്യമായിരുന്നത് അവകാശമാക്കി മാറ്റിയത് കോൺഗ്രസും UPIയുമാണെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രൊഫസർ KV തോമസ്. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 നാടെങ്ങും ശിശുദിനമായി ആഘോഷിച്ചു. പുറപ്പുഴ പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.